പ്രകൃതി ദുരന്തങ്ങൾ എവിടെ സംഭവിക്കുമ്പോഴും അത് മനുഷ്യനെ പഠിപ്പിക്കുന്നത് മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥയെയാണ്. അത് കാറ്റായി വന്നേക്കാം, മഴയായി വന്നേക്കാം, സുനാമിയായി വന്നേക്കാം, തീയായി വന്നേക്കാം. ഏതു കോലത്തിലും പ്രകൃതിക്ക് വരാനുള്ള അവൻ്റെ അധികാരമുള്ള, അവൻ്റെ അവകാശമുള്ള, പ്രകൃതിയുടെ സഹായത്തിലും ഔദാര്യത്തിലും കിട്ടിയ ഒരു സ്ഥലത്താണ് നാം എല്ലാ പേരും ജീവിക്കുന്നത് എന്നൊരു ബോധം നമുക്കുണ്ടായിരിക്കുകയാണ് നല്ലത്. പ്രകൃതി അത് അതിൻ്റെ അധികാരത്തോടുകൂടി മഴയായി വന്നാൽ, കാറ്റായി വന്നാൽ, തീയായി വന്നാൽ ഒരു സാങ്കേതിക വിദ്യകളും അവൻ്റെ മുന്നിൽ വിലപ്പോവുകയില്ല. ഒരു അധികാരവും ഒരു പവറും അവൻ്റെ മുന്നിൽ വിലപ്പോവുകയില്ല. ലോകത്തിൽ നടക്കുന്ന ഏത് പ്രകൃതി ദുരന്തങ്ങളും അത് നടക്കാത്ത ഭാഗത്തുള്ള ജനങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒന്നേ അല്ല. അത് മനുഷ്യർക്കൊരു പാഠം, അവൻ എന്താണെന്നും പ്രകൃതിയിൽ അവൻ ആരാണെന്നും അവൻ്റെ സാങ്കേതിക വിദ്യകൾ പരസ്പരം തോണ്ടിക്കളിക്കാൻ മാത്രമുള്ളതാണെന്നും അതുകൊണ്ടൊന്നും ഒരു നേട്ടവും ഒരു കാര്യവും നേടുവാനില്ലെന്നും സഹജീവിയോടും സഹരാഷ്ട്രങ്ങളോടും സ്നേഹവും അനുകമ്പയും കാണിക്കണമെന്നും ഭൂമിയിൽ ഈ പ്രകൃതി ഈ ദുരന്തങ്ങളെല്ലാം വിതച്ച് അത്ഭുതപ്പെടുത്തുന്ന, ദുഃഖത്തിലാഴ്ത്തുന്ന, താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങൾ സംഭവിപ്പിക്കുന്ന, നഷ്ടങ്ങൾ വരുത്തുന്ന ഈ പ്രകൃതിക്ക് മുന്നിൽ മനുഷ്യനെന്ന ജീവി ഒന്നുമല്ല എന്ന് സ്വയം മനസ്സിലാക്കുവാനും അവൻ്റെ അവശേഷിക്കുന്ന സമയം നല്ലതാക്കുവാനുമുള്ള വാണിങ്ങുകളായിട്ടാണ് പ്രകൃതി ദുരന്തങ്ങളെ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്. അതൊരു വാണിങ്ങാണ്. അതിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ പിന്നെ മനുഷ്യനാവുകയില്ല. കാരണം ഈ പ്രകൃതി എന്ന് പറയുന്നത് സത്യത്തിൽ മുസ്ലിം വിഭാഗം പറയും അള്ളാഹു എന്ന് പറയും, ഹൈന്ദവർ പറയും ഈശ്വരൻ എന്ന് പറയും. അങ്ങനെ പലവരും പല പേരിട്ട് വിളിക്കുന്നുണ്ട്. ആ ശക്തിയുടെ ഔദാര്യം കൊണ്ട് അവൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥലത്തെ അല്പസമയത്തെ ജീവിതമാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നന്മകൾ ചെയ്യുക, മനുഷ്യരോട് സ്നേഹം കാണിക്കുക, കൊലയും നടത്തി വലിയ ആളാവാൻ ശ്രമിക്കാതിരിക്കുക. ഈ തോണ്ടിക്കളിക്കാൻ സാങ്കേതിക വിദ്യകളെല്ലാം സ്വന്തം വർഗത്തെ തോണ്ടിക്കളിക്കാൻ മാത്രമേ ഉപയോഗപ്പെടുള്ളൂ. വലിയ ആളാവാൻ വരുമ്പോലെ പ്രകൃതി വന്നാൽ എല്ലാം നശിക്കും. ആർക്കും സന്തോഷിക്കാനൊന്നുമില്ല. ഇന്നവിടെയാണെങ്കിൽ നാളെ ഇവിടെയാവാം, എവിടെയും